ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇക്കാൻ്റെ കടയിൽ പോകുന്നുണ്ട്. ഇത്ര സാധനങ്ങൾ മേടിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ എഴുതിയിട്ട് ഞാനും എൻ്റെ റിനുവും കൂടെ കടയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങാണ് മക്കളെ. അപ്പോൾ ഞങ്ങൾ കടയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങാണ് കേട്ടോ. ചെരുപ്പില്ല അമ്മടെ. ഗൈസ്, അപ്പോൾ നമ്മൾ ചെരുപ്പ് ഇട്ട് ഗൈസ്. ചെരുപ്പെടുത്തിട്ടപ്പോ എന്താ മുഖം ഇങ്ങനെ? മെല്ലെ പോ ഓടല്ലേ. ഇല്ല കണ്ടോ, ഞങ്ങളുടെ കറിവേപ്പില നോക്കി അടിപൊളിയായിട്ട് നിൽക്കണുണ്ട്. കണ്ടോ, കറിവേപ്പിലമാരാണ് കേട്ടോ. കറിവേപ്പില നല്ല മണം ഉണ്ടാവും. ഇത് മുരിങ്ങമരം ഞാൻ ഫസ്റ്റ് വെട്ടിയിട്ടതാണ് കേട്ടോ. വലുതായിരുന്നു മുരിങ്ങക്കായ് ഉണ്ടാകണ മരമാണ്. പിന്നെ അവിടെ ഒരു പ്ലാവ് ഉണ്ട്. എവിടെ പോണു നമ്മള്? എവിടെ പോണു പറ. നടക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇക്കമാമാടെ കടയ്ക്ക് വന്നതാണ് മക്കളെ. അപ്പോൾ ഇക്കമാമാടെ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ നേരെ തറവാട്ടിക്ക് വന്നിട്ട്, തറവാട്ടിൻ്റെ തൊട്ടാണ് ഞങ്ങളുടെ റീജാൻറ്റിൻ്റെ വീട്. അപ്പോൾ റീജാൻറ്റിൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ റീജാൻറ്റി വിളിച്ചപ്പോൾ ഞാൻ റീജാൻറ്റിൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. ഇതാണ് അപ്പുറത്താണ് എൻ്റെ തറവാട്. അതാണ് തറവാട്. അപ്പോൾ റീനു വന്നില്ല. റീനു റോട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ അവനെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ റീജാൻറ്റിൻ്റെ അമ്മയും കുറച്ച് നേരം സംസാരിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇക്കമാമയുടെ കടയ്ക്ക് പോയിട്ട് അപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബൂസ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞങ്ങളൊരു ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബൂസ്റ്റ് 110 രൂപയുടെ ബൂസ്റ്റ് മേടിക്കണം, 5 രൂപയുടെ പാക്കറ്റ്. അപ്പോൾ അങ്ങനെ അത് മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഈ ബൂസ്റ്റിൻ്റെ മാല കണ്ടപ്പോൾ എൻ്റെ റീനു അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എന്താണ് ട്രെയിന് പോലെയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഇത് ചെയ്തിട്ട് ഒരു ഒരു ഐഡിയ ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്ട് ഞാൻ ബൂസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിൽ. അപ്പോൾ ആ ബോട്ടിൽ 110 രൂപയുടെ ബോട്ടിലാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ നമുക്ക് 110 രൂപയുടെ 5 രൂപയുടെ പാക്കറ്റ് വാങ്ങിയിട്ട് അതിൽ കൊട്ടി നോക്കുക, എങ്ങനെയാണ് അളവ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ഐഡിയ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളൊരു വൈകുന്നേരം കടയ്ക്ക് പോയിട്ട് ബൂസ്റ്റൊക്കെ മേടിച്ചത്. ഞാൻ എൻ്റെ റീനും കൂടെ പോയിട്ട് അപ്പം ഞങ്ങൾ ഇതൊന്ന് കൊട്ടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ബോട്ടിൽ വാങ്ങണമാണോ ലാഭം അതോ പാക്കറ്റ് വാങ്ങണമാണോ ലാഭം എന്ന് നോക്കാവട്ടെ. എൻ്റെ ഐഡിയയിൽ ഉദിച്ചൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പം ഞാനത് ചെയ്ത് നോക്കിയതാണ്. പൊട്ടത്തരാണ്, എന്നാലും പോട്ടെ, എനിക്കത് ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് പക്ഷേ ലാഭം പാക്കറ്റാണ് കേട്ടോ. ബോട്ടിൽ വാങ്ങുമ്പോൾ നമുക്ക് ഇത്ര ഫുള്ളായിട്ട് കിട്ടില്ല. ഇത് 110 രൂപയുടെ പാക്കറ്റ്, 5 രൂപ പാക്കറ്റില്ലേ, അത് കൊട്ടിയപ്പോൾ ഫുള്ള് ആ ബോട്ടിൽ ഫുള്ളും കിട്ടിയിട്ട് നമ്മൾ 3 പാക്കറ്റും കൂടെ കൊട്ടി കഴിഞ്ഞാൽ അത് 3 നേരമായിട്ടോ. മഗ്‌രിബ് സമയമാണ്. അപ്പോൾ അതെൻ്റെ കുട്ടീൻ്റെ ആണ് എഴുതി പഠിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് അരിയാത്തലുണ്ട്. അപ്പോൾ അരിയാത്തലും നടക്കുന്നുണ്ട്, ഇവനെ പഠിപ്പിക്കാൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. മിക്സിയിലാണ് കേട്ടോ ഞാൻ ആട്ടാറ്. ഗ്രൈൻഡർ ഉണ്ട്, അത് അട്ടിക്ക് വെച്ചിരിക്കുക. അപ്പോൾ ഗ്രൈൻഡറൊന്നും ഇപ്പോൾ എടുക്കാറില്ല. അപ്പോൾ മിക്സിയിലാണ് ഇപ്പോൾ 2 നായിട്ട് ആട്ടും അങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെ കടുപ്പം നടക്കുന്നുണ്ട്, അരിയാട്ടൽ നടക്കുന്നുണ്ട് അങ്ങനെ കേട്ടോ. ഞങ്ങളുടെ റൂബിമാ റൂബി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. കേട്ടോ, കണ്ണ് മാത്രം ഇങ്ങനെ ഉണ്ട്. ഞങ്ങളുടെ റൂബിയുടെ കണ്ണ് മാത്രം ഇങ്ങനെ ചാക്കിൽ കിടക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ റൂബി. അങ്ങനെ അരിയാട്ടൽ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ എൻ്റെ റീനുവിനെ കുറച്ച് പഠിപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ ഞാൻ കുറച്ച് എഴുതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്കും പിന്നെ അതിലൊക്കെ കുറച്ച് പഠിക്കാനും റൈംസ് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവനും കൂടെ നിലത്തിരുന്നിട്ട് കാല് നീട്ടി കുറച്ച് നേരം ഇരിക്കട്ടെ വെച്ചിട്ട് ഞാൻ നിലത്തിരുന്നിട്ടാണ് അവനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് വർക്ക് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയുന്ന പോലെ ഞാൻ ചെയ്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവൻ്റെ പേര് പറയുകയാണ് അവൻ്റെ റീനു. അങ്ങനെ പഠിച്ച് മക്കളെ താഴെ കിടക്കാൻ തുടങ്ങി. അവനക്ക് മതിയായിട്ടോ പഠിച്ചിട്ട് പാവം. അപ്പോൾ ഞാൻ ഉറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവനക്ക് ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഇതാണ് ഈവനിങ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.